പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ സാമൂഹിക പരിഷ്കരണം എന്ന ടോപ്പിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് മദൻ മോഹൻ മാളവിയെക്കുറിച്ച്. കൂടാതെ പ്രാർത്ഥനാ സമാജത്തെക്കുറിച്ചും പ്രാർത്ഥനാ സമാജത്തിലെ പ്രധാന പ്രവർത്തകനായ മഹാഗോവിന്ദ് റാനഡെയെക്കുറിച്ചും പഠിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാനായിട്ട് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഉൾപ്പെടെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മഹാഗോവിന്ദ് റാനഡെ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശിഷ്യനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയും. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഉയർന്നു വന്ന അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു പ്രമുഖ സംഘടനയെ കുറിച്ച്. അതാണ് സത്യശോധക സമാജം. സത്യശോധക സമാജം ആരംഭിച്ചത് 1873 ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബോംബെ. ആരംഭിച്ചത് ജ്യോതിറാവു ഫുലെ. ഈ ജ്യോതിറാവു ഫുലെയെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? ജ്യോതിബാ ഫുലെ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ജ്യോതിറാവു ഫുലെ തന്നെയാണ് ജ്യോതി ബാ ഫുല എന്നും അറിയപ്പെടുക. ജ്യോതിബാ ഫുലെ എന്നും അറിയപ്പെടുന്നത് ആര് തന്നെ? ഇദ്ദേഹം തന്നെയാണ്. സത്യശോധക സമാജത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ടു അപ്ലിഫ്റ്റ് ഡിപ്രസ്ഡ് ക്ലാസസ്. അധസ്ഥിതരുടെ ഉന്നമനമാണ് പ്രധാന ലക്ഷ്യം. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ സത്യശോധക സമാജം എന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ടായിരുന്നു. അഥവാ സത്യശോധക സമാജം എന്ന സംഘടനയുടെ മാസികയായിരുന്നു ദീനബന്ധു. നിങ്ങൾക്കറിയാമോ, ദീനബന്ധു എന്ന് അറിയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ദീനബന്ധു എന്ന വിശേഷണമുള്ള വ്യക്തിയാണ് CF ആൻഡ്രൂസ്. അപ്പൊ CF ആൻഡ്രൂസ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുക? ദീനബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ദീനബന്ധു എന്ന മാസിക ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്, അഥവാ ജ്യോതിബാ ഫുലെയാണ്. എന്തിനു വേണ്ടി? സത്യശോധക സമാജം എന്ന സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. ഇവിടെ അധസ്ഥിതർ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് തുടങ്ങിയ സമുദായാംഗങ്ങളിൽ ഉൾപ്പെടുന്ന ജാതി വിഭാഗങ്ങളാണ്. ഓക്കെ. അപ്പോ അധസ്ഥിതരുടെ ഉന്നമനമാണ് പ്രധാന ലക്ഷ്യം. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളാണ്. 4 വേദങ്ങളാണുള്ളത്. ആദ്യ വേദമായ ഋഗ്വേദത്തിലാണ് ചാതുർവർണ്ണ്യത്തെ കുറിച്ച് പറയുക. ആ ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യകാലത്ത് ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ അധസ്ഥിതരായി കണക്കാക്കിയെങ്കിൽ, പിൽക്കാലത്ത് ആദ്യകാലത്ത് അധസ്ഥിതരെന്ന് ആരെയാണോ കണക്കാക്കിയിരുന്നത് അവരെ പിൻതലമുറക്കാരെയും അധസ്ഥിതർ എന്ന് കണക്കാക്കി. അത് ഹിന്ദുമതത്തിൽ പറയുന്നതല്ല. ഒരു വ്യക്തി കർമ്മം കൊണ്ടാണ് അധസ്ഥിതനോ സവർണനോ ആയി മാറുന്നത് എന്നാണ് വേദങ്ങൾ പരാമർശിക്കുന്നതെന്നാണ് ആര് പഠിപ്പിക്കുന്നത്? ജ്യോതിറാവു ഫുലെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരുവന്റെ കർമ്മത്താലാണ് അവൻ സവർണനോ അവർണനോ ആയി മാറുന്നത്, അല്ലാതെ ജനനം കൊണ്ടല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത് ജ്യോതിബാ ഫുലെ ആയിരുന്നു. ജ്യോതിബാ ഫുലെയിലേക്ക് നമുക്ക് വരാം. വിധവകൾക്കും കുട്ടികൾക്കും വേണ്ടി അദ്ദേഹം അഗതി മന്ദിരങ്ങൾ ആരംഭിച്ചു. നമുക്കറിയാം, ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, അത് സവർണനായിക്കോട്ടെ അവർണനായിക്കോട്ടെ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടുകൂടി രാജാറാം മോഹനയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1821 ഡിസംബർ 4 സതിയനുഷ്ഠാനം ബംഗാൾ പ്രവിശ്യയിൽ നിരോധിക്കപ്പെട്ടു. അതേ തുടർന്ന് സതി ആചാരത്തിന് പകരമായി വിധവകളായ സ്ത്രീകളെ വീടിന്റെ ഇരുട്ടുമുറിയിൽ അടച്ചിടുന്ന പതിവുണ്ടായി. പൊതുസമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. പാശ്ചാത്യ സംസ്കാരം കടന്നു വന്നു. അങ്ങനെ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാര് ഇതിനെതിരെ രംഗത്ത് വന്നു. അങ്ങനെ ഇത്തരം ആൾക്കാരുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പലരും സതി അനുഷ്ഠാനത്തിന്, അല്ലെങ്കിൽ വീടിന്റെ മുറിക്കകത്ത് കഴിഞ്ഞുകൂടുവാൻ തയ്യാറാകാതെ വന്നു. അങ്ങനെയുള്ളവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കപ്പെടുന്ന വിധവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജ്യോതിറാവു ഫുലെ അല്ലെങ്കിൽ ജ്യോതിബാ ഫുലെ എന്ത് ചെയ്തത്? അഗതി മന്ദിരങ്ങൾ ആരംഭിച്ചത്. കൂടാതെ അനാഥരായ കുട്ടികൾക്ക്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ഗുലാംഗിരി. PSC ഒരുപാട് തവണ ഈ വർഷം ചോദിച്ച ചോദ്യമാണ്. ഗുലാംഗിരി ഒന്നെങ്കിൽ ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഗുലാംഗിരി എന്ന കൃതിയുടെ രചയിതാവ് ആരെന്ന് ചോദിക്കും. ആരാണ്? ജ്യോതിബാ ഫുലെ. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം എന്നാണ്.
ഗുലാംഗിരി എന്ന് പറയുന്നത് മറാത്ത ഭാഷയിലെ പദമാണ്. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടിമത്തം എന്നാണ്. സവർണര് അവർണരെ അടിമകളായി ചിത്രീകരിക്കുന്നു. അത് കണ്ട് സമൂഹം തന്നെയും അധസ്ഥിതരെ അടിമകളായി കണക്കാക്കുന്നു. ആരും ചെയ്യാൻ അറച്ചു പോകുന്ന തൊഴിൽ അവർണരാണ് എന്ന കാരണം കൊണ്ട് അവർണരെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിക്കുന്നു. അതിനെയൊക്കെ ശക്തമായി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു ജ്യോതിറാവ് ഫുലെ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചതുകൊണ്ട്, പ്രത്യേകിച്ച് അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചത് കൊണ്ട് ജ്യോതിറാവ് ഫുലെയെ 1888 മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എന്തെന്ന് വിളിച്ചു? മഹാത്മാ എന്ന് വിളിച്ചു. നമ്മൾ സാധാരണഗതിയിൽ മഹാത്മാ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച പ്രമുഖരായ രണ്ടുപേരാണ്. ഒന്ന് സുഭാഷ് ചന്ദ്രബോസും കൂടാതെ രവീന്ദ്രനാഥ ടാഗോറും. കൂടാതെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ PSCയുടെ ചോദ്യം, മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആരെയാണ് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്, അഥവാ മഹാത്മാ എന്ന ബഹുമതി നൽകിയത്? ആർക്ക്? ജ്യോതിറാവ് ഫുലെക്ക്. മഹാരാഷ്ട്രയില് അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിച്ച ജ്യോതിറാവ് ഫുലെയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് ഡോക്ടർ BR അംബേദ്കർ. നമുക്കറിയാം, അധസ്ഥിതനായി ജനിച്ചിട്ട് കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷുകാരോട് നിരന്തരമായി അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കറുടെ ആവശ്യപ്രകാരമാണ് ഗാന്ധിജി 1934 മുതൽ ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. ഗാന്ധിജി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1934. എന്തിനു വേണ്ടി? അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധിജി അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അധസ്ഥിതർ എന്ന് പറയുമ്പോൾ സാമൂഹികപരമായും സാമ്പത്തികപരമായും പിന്നോക്കാവസ്ഥയിലുള്ളവരാണ്. അവരുടെ ഉന്നമനത്തിന് സാമ്പത്തിക ആവശ്യം വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി 1934 അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഹരിജൻ ഫണ്ട് രൂപീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഹരിജൻ ഫണ്ട്. ആ ഹരിജൻ ഫണ്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട ആശയപ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഓക്കെ, അപ്പോ ആധുനിക ഇന്ത്യയില് ദേശീയ തലത്തിൽ തന്നെ ഹരിജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. അതുകൊണ്ടാണ് തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ, അതായത് പാർട്ട് 3 17ാമത്തെ വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചപ്പോൾ മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ആ വകുപ്പ്, ആ വസ്തുത പാസ്സാക്കുന്നത്. അപ്പൊ ആധുനിക ഇന്ത്യയിൽ പ്രവർത്തിച്ചത് ഗാന്ധിജിയെ അധസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രചോദനം നൽകിയത് ഡോക്ടർ BR അംബേദ്കർ. ആ ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ആര്? ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. സത്യശോധക സമാജം സ്ഥാപിച്ചത് 1873. ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബോംബെ. സത്യശോധക സമാജം എന്ന സംഘടനയുടെ മാസിക ദീനബന്ധു. എന്നാൽ ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ആരുടെ പേര് പറയും? CF ആൻഡ്രൂസിന്റെ പേര് പറയും. സെറ്റാണേ. ലക്ഷ്യം അധസ്ഥിതരുടെ ഉന്നമനമാണ്. സ്ഥാപകൻ ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് വിധവകൾക്കും കുട്ടികൾക്കും വേണ്ടി അഗതിമ ദിനങ്ങൾ ആരംഭിച്ചു. കൃതി ഗുലാംഗിരി. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അടിമ. 1888 മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഇദ്ദേഹത്തിന് മഹാത്മാ എന്ന ബഹുമതി നൽകി. ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ആര്? ജ്യോതിറാവ് ഫുലെ, അല്ലെങ്കിൽ ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിഴക്കേ ഇന്ത്യയിലേക്ക് ഒന്ന് പോകാം. രാമകൃഷ്ണ മിഷൻ. കിഴക്കേ ഇന്ത്യയിൽ രൂപം കൊള്ളുകയും ഇന്ത്യ ഒട്ടാകെ പ്രചരിക്കുകയും ചെയ്ത ഒരു സാമൂഹിക പരിഷ്കരണ സംഘടനയായിരുന്നു രാമകൃഷ്ണ മിഷൻ. ഹിന്ദുമത തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ധർമ്മം പ്രചരിപ്പിക്കുകയായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. സ്ഥാപിതമായത് 1897. ആസ്ഥാനം കൽക്കട്ടയ്ക്കടുത്ത് ബെയ്ലൂർ എന്ന സ്ഥലം. ആപ്തവാക്യം എന്ന് പറയുന്നത് ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ, അവനവന്റെയും ലോകത്തിന്റെയും സായുജ്യത്തിനായി പ്രവർത്തിക്കുക. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാല് ഹിന്ദുമതത്തിലെ ഉപദേശങ്ങൾ
അതായത് ഗുരുവിനെ പോലെ ഉപദേശം നൽകുന്നതാണ് എന്ത്? ഉപനിഷത്തുകൾ അഥവാ വേദാന്തങ്ങൾ. ഉപനിഷത്തുകളെ കുറിച്ച്, ഉപനിഷത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാനും ആഹ്വാനം ചെയ്തത് രാമകൃഷ്ണൻ മിഷൻ എന്ന സംഘടനയിലൂടെ. ആരാണ് ഇതിന്റെ സ്ഥാപകൻ? നമുക്ക് ഏവർക്കും അറിയാവുന്ന വ്യക്തിത്വം തന്നെ. അതെ, സ്വാമി വിവേകാനന്ദൻ. ബേലൂരിൽ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് കൊണ്ട് സ്വാമി വിവേകാനന്ദൻ അറിയപ്പെടുന്നത് ബേലൂർ സ്വാമികൾ എന്നാണ്. ഓക്കെ, മറക്കല്ലേ. അപ്പോ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് 1897, ആസ്ഥാനം കൽക്കട്ടയുടെ ബേലൂർ എന്ന സ്ഥലത്ത്. ആപ്തവാക്യം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. അവനവന്റെയും ലോകത്തിന്റെയും സായുജ്യത്തിനായി പ്രവർത്തിക്കുക. സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ ബേലൂർ എന്ന സ്ഥലത്ത് രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് കൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ എന്ന് വിളിച്ചു? ബേലൂർ എന്ന ആശ്രമത്തിലെ സ്വാമി എന്ന അർത്ഥത്തിൽ ബേലൂർ സ്വാമി എന്ന് വിളിച്ചു. സ്വാമി വിവേകാനന്ദൻ എന്തുകൊണ്ടാണ് രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്? രാമകൃഷ്ണന്റെ പേരിൽ. ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്? ശ്രീ രാമകൃഷ്ണ പരമഹംസർ, അല്ലെ? അപ്പോ ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിക്കുക. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ശാരദാമഠം എന്നാണ്. ഈ ശാരദാമഠം സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെ, ബേലൂര് തന്നെ. ശാരദാമഠം എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. അടിസ്ഥാനമായി വിജ്ഞാനത്തിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് അവിടെ അർത്ഥമാക്കുക. ശാരദാമഠം നിങ്ങൾ വേറെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും അല്ലെ? എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? ശാരദാമഠം കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ശാരദാമഠം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. എവിടെ? ശിവഗിരിയിൽ, അല്ലെ? 1909 നിർമ്മാണം ആരംഭിച്ച് 1912 അവിടെ എന്ത് ചെയ്തു? ശാരദ പ്രതിഷ്ഠ നടത്തി. ശാരദ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? വിജ്ഞാനത്തിന്റെ വരദാതാവായ സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവിയാണ് എന്തെന്ന് വിളിക്കുക? ശാരദ എന്ന് വിളിക്കുക. നമ്മളിനി മധ്യകാല കേരളം, കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന ഭാഗം പഠിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പഠിക്കും ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയത് എവിടെയാണ്? കാശ്മീരിലെ ശാരദാ ക്ഷേത്രത്തിൽ. ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയത് കാശ്മീരിലെ ശാരദാ ക്ഷേത്രത്തിൽ. അതിനുശേഷം സർവജ്ഞപീഠം കയറിയതിനു ശേഷമാണ് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുവാനായിട്ട് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ 4 ദിക്കിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. ആ 4 മഠങ്ങൾ സ്ഥാപിച്ചത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. നിങ്ങൾക്കറിയാം, ആരംഭം എന്ന അടിസ്ഥാനത്തിൽ ഋഗ്വേദം കിഴക്ക് ഭാഗത്ത് ഒഡീഷയില്. ഈശ്വരനെ ആരാധിക്കുന്ന ദിക്കാണ് തെക്ക്. അതുകൊണ്ട് ഈശ്വര ആരാധനയെക്കുറിച്ച് പരാമർശിക്കുന്ന മന്ത്രനിബിഡമായ വേദം യജൂർവേദം തെക്ക് ഭാഗത്ത് പ്രാധാന്യം കൊടുത്തു. ഈശ്വരനെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് ഗന്ധർവന്മാരുണ്ടായിരുന്നു. ഗന്ധർവവേദം ഉൾപ്പെടുന്ന സംഗീതത്തെക്കുറിച്ച് പ്രാധാന്യമുള്ള വേദമാണ് സാമവേദം. അത് പടിഞ്ഞാറ് ഗുജറാത്തിൽ പ്രാധാന്യം കൊടുത്തു. ആ ഗുജറാത്തില് സാമവേദം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, സാമവേദം എന്ന് പറയുന്നത് സംഗീതത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, വിജ്ഞാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. സംഗീതത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ദാതാവാണ് സരസ്വതി ദേവി. അതുകൊണ്ട് ശങ്കരാചാര്യർ പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്തിൽ സ്ഥാപിച്ച മഠത്തിന്റെ പേര് ശാരദാമഠമായിരുന്നു. ശരിയല്ലേ? അപ്പൊ ശാരദാമഠം നിങ്ങൾ ഇനി വേറെ എവിടെയെങ്കിലും കണ്ടാൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുക. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ശാരദാമഠമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ബേലൂരിൽ. ശ്രീനാരായണ ഗുരു വർക്കല ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നമ്മൾ പറയും. ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയത് കാശ്മീരിലെ ശാരദാ ക്ഷേത്രത്തിലാണ്. ശങ്കരാചാര്യര് ഗുജറാത്തില് ദ്വാരകയില് ഒരു മഠം ആരംഭിച്ചു. അതിന്റെ പേരും ശാരദാമഠം തന്നെ. ശാരദാമഠത്തിൽ പ്രാധാന്യം നൽകി പഠിപ്പിച്ചിരുന്നത് സാമവേദവും. സെറ്റാണേ. അടുത്ത് പറയട്ടെ. ഇനി രാമകൃഷ്ണ മിഷനെ കുറിച്ച് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞു. കിഴക്കേ ഇന്ത്യയിൽ ആരംഭിക്കുകയും ഇന്ത്യ ഒട്ടാകെ പ്രചരിക്കുകയും ചെയ്ത ഒരു സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞു. കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടോ. കേരളത്തിലെ രാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനാണ് ആര്? ആഗമാനന്ദ സ്വാമി.
അല്ലെ? നവോത്ഥാനത്തിൽ പഠിക്കുന്നതാണ് ആഗമാനന്ദ സ്വാമികൾ. ഈ ആഗമാനന്ദ സ്വാമികൾ രാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ പ്രവർത്തകരാണ്. ഇന്ത്യയിലെ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ച ആരാ? സ്വാമി വിവേകാനന്ദൻ. കേരളത്തിൽ അത് ആരംഭിച്ച ആരാ? ആഗമാനന്ദ സ്വാമി. അതുകൊണ്ട് നമുക്ക് ആഗമാനന്ദ സ്വാമി എന്തെന്ന് വിളിക്കാം? കേരള വിവേകാനന്ദൻ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആഗമാനന്ദ സ്വാമിയാണ്. നമ്മൾ സാമൂഹിക പ്രശ്നങ്ങൾ പഠിച്ചപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ബ്രഹ്മസമാജം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയിയാണ് അല്ലെ? ആ രാജാറാം മോഹൻ റോയി ബ്രഹ്മസമാജം ആരംഭിച്ചു. കേരളത്തിൽ ബ്രഹ്മസമാജം ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലൻ ആയതുകൊണ്ട് അയ്യത്താൻ ഗോപാലനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കേരളത്തിന്റെ രാജാറാം മോഹൻ റോയി എന്ന് വിളിക്കുന്നു. അതുപോലെ ഇന്ത്യയിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. കേരളത്തിൽ അത് ചെയ്തത് ആരാ? കെ കേളപ്പനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? കേരള ഗാന്ധി എന്ന് വിളിച്ചു അല്ലെ? അതുപോലെ മറക്കില്ലല്ലോ. അപ്പോ കേരളത്തിലെ രാമകൃഷ്ണ മിഷന്റെ സജീവ പ്രവർത്തകൻ ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കേരള വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നു. ആഗമാനന്ദ സ്വാമി ഈ സംഘടനയിൽ അംഗമായത് കൂടാതെ തന്നെ ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ മറ്റൊരു ആശ്രമം ആരംഭിച്ചിരുന്നു. ശ്രീ രാമകൃഷ്ണ അദ്വൈതാശ്രമം അല്ലെ? ആഗമാനന്ദ സ്വാമി കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമി എറണാകുളം ജില്ലയിലെ കാലടിയിൽ എന്ത് ചെയ്തു? ശ്രീ രാമകൃഷ്ണ അദ്വൈതാശ്രമം ആരംഭിച്ചു. എറണാകുളം ജില്ലയിലെ ആലുവയില് അദ്വൈതാശ്രമം ആരംഭിച്ച ശ്രീനാരായണ ഗുരു. എന്നാൽ എറണാകുളം ജില്ലയിലെ കാലടിയിൽ ശ്രീ രാമകൃഷ്ണ അദ്വൈതാശ്രമം ആരംഭിച്ചത് ആരായിരുന്നു? ആഗമാനന്ദ സ്വാമിയുമായിരുന്നു. ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. നമുക്ക് ബാക്കി പഠിക്കാമോ? യെസ്. അപ്പൊ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത് ആരെക്കുറിച്ചായിരിക്കും? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അല്ലെ? സ്വാമി വിവേകാനന്ദൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം കാര്യങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദൻ കേവലം ജീവിച്ചിരുന്നത് 39 വയസ്സ് വരെ മാത്രം. അദ്ദേഹം ഗുരുകുല വിദ്യാഭ്യാസത്തോടൊപ്പം ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു. ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഒരു വ്യക്തിയെ പോലും ജാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുവാനോ വിവേചനം കാണിക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അത്രത്തോളം മഹാനായ വ്യക്തിത്വം. നമ്മൾ കേട്ടിട്ടില്ലേ? അറിവ് കൂടുന്നതിനനുസരിച്ച് വ്യക്തികൾ വിനയമുള്ളവരായിട്ട് മാറും. ഒത്തിരി അറിവുള്ളവര് ഒത്തിരി വിനയമുള്ളവരായിട്ട് മാറും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് കേരള ചരിത്രം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പഠിക്കാറുണ്ട്. സ്വാമി വിവേകാനന്ദനും ചട്ടമ്പിസ്വാമിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ. ആ കണ്ടുമുട്ടൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിൽ വന്നിട്ടുണ്ടാവും. എങ്കിലും പ്രിയ ഉദ്യോഗാർത്ഥികളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. സാധാരണഗതിയിൽ സംസ്കൃതം, അത് കഴിഞ്ഞിട്ട് വേദം പഠിക്കുന്നു. വേദം പഠിച്ചതിന് ശേഷം ആ പഠിച്ച വേദങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി മനസ്സിലാക്കാൻ ഭക്തി പഠിക്കുന്നു. ഭക്തി പ്രസ്ഥാനം. ഈ 3 കാര്യങ്ങളാണ് പ്രാഥമിക വിദ്യാലയങ്ങളിൽ പരമ്പരാഗതമായി പഠിപ്പിക്കുക. ഓക്കെ, എന്തൊക്കെയാണ്? വേദം പഠിപ്പിക്കും, ഭക്തി പഠിപ്പിക്കും, പിന്നെ അടിസ്ഥാനമായി സംസ്കൃത ഭാഷയും. ഉന്നത വിദ്യാഭ്യാസമായി കണക്കാക്കുന്നതാണ് യോഗ. യോഗാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, കായികപരമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആത്മീയമായ ശക്തി ഉപയോഗിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? യോഗ എന്ന് വിളിക്കുക. ഇന്നത്തെ കാലത്ത് എന്താണ് യോഗാഭ്യാസം എന്ന് പറയാറുണ്ട്. അത് എക്സസൈസിന് തുല്യമാണ്. യഥാർത്ഥ യോഗാഭ്യാസമല്ല. അത് ദയവായി മനസ്സിലാക്കുക. കായികപരമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആത്മീയ ശക്തി കൊണ്ട് ചെയ്യുന്നതിനെയാണ് യോഗ എന്ന് വിളിക്കുക. ഈ യോഗാഭ്യാസം ഇന്നത്തെ കാലത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി പോലെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഹഠയോഗ, രാജയോഗ, ധർമ്മയോഗ, കർമ്മയോഗ, ശിവയോഗ, അങ്ങനെ ഒരുപാടുണ്ട്. ഇതില് ഏറ്റവും ഉന്നതമായത്, ഇപ്പോ മാസ്റ്റേഴ്സ് എല്ലാം ഉണ്ടെങ്കിലും അതിൽ തന്നെ ഏറ്റവും ഉന്നതമാണെന്ന് നമ്മൾ ചിലതിനൊക്കെ പറയാറുണ്ട്. അതുപോലെ ഏറ്റവും ഉന്നതമായ യോഗാഭ്യാസമായിരുന്നു രാജയോഗ. ഓക്കെ, രാജയോഗ ഉന്നത വിദ്യാഭ്യാസം മാസ്റ്റേഴ്സ് പോലെ കണക്കാക്കുന്നതാണ്. ഇത് കൂടാതെ ഒട്ടനവധി യോഗയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ യോഗ അഭ്യാസം സ്വീകരിച്ചവര് എന്ത് ചെയ്യാറുണ്ട്? താൻ യോഗ പഠിച്ച ആളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി സ്വന്തം പേരിനൊപ്പം എന്താണോ പഠിച്ചത് അത് കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രഹ്മാനന്ദ ശിവയോഗി.
അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ എന്നാണ്. അദ്ദേഹം ശിവയോഗ അഭ്യസിച്ചത് കൊണ്ട് ശിവയോഗ ചേർത്താണ് പേരിനോടൊപ്പം പറയുക, ബ്രഹ്മാനന്ദ ശിവയോഗി. തൈക്കടയ്യ 2 മാസ്റ്റേഴ്സ്, 2 യോഗ നേടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ശിവയോഗയും നേടിയിട്ടുണ്ട്, രാജയോഗയും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ശിവ രാജ യോഗി എന്ന് വിളിക്കും. ശിവരാജയോഗി. ഈ യോഗാഭ്യാസമാണ് നമ്മുടെ തൈക്കടയ്യ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ചട്ടമ്പി സ്വാമിക്കും ശ്രീനാരായണ ഗുരുവിനും അയ്യൻകാളിക്കും പഠിപ്പിച്ചു കൊടുത്തത്. എന്ത് യോഗയാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഹഠയോഗ. അതുകൊണ്ടാണ് തൈക്കടയെ നമ്മൾ ഹഠയോഗോപദേഷ്ടാവ് എന്ന് വിളിക്കുന്നത്. അത് കൃത്യമായി പഠിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി. അതുകൊണ്ട് നമ്മൾ ചട്ടമ്പി സ്വാമി എന്തെന്ന് വിളിക്കും? ഹഠയോഗോപദേഷ്ടാവ്, ഹഠയോഗ പഠിച്ച വ്യക്തി എന്ന് വിളിക്കും. പക്ഷെ ചട്ടമ്പി സ്വാമി ഒരു സന്യാസി വര്യനാണ്. അതുകൊണ്ട് തന്നെ വിനയം വളരെയധികമുള്ള വ്യക്തിത്വമാണ്. കാമ ക്രോധ ലോഭ മോഹാദികൾ ഉപേക്ഷിച്ച വ്യക്തിയാണ് സന്യാസി എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ചട്ടമ്പി സ്വാമി സ്വന്തം പേരിനൊപ്പം യോഗി എന്ന് ചേർത്തോ? ഇല്ല. അതുപോലെ സന്യാസിയെ പോലെ ജീവിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം രാജയോഗ നേടിയിട്ടുണ്ട്, കർമ്മയോഗ നേടിയിട്ടുണ്ട്, ധർമ്മയോഗ നേടിയിട്ടുണ്ട്. ഏകദേശം 6 തരം യോഗാഭ്യാസം അഭ്യസിച്ച വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. എങ്കിൽ പോലും യോഗി എന്ന പേര് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേർത്തില്ല. 6 യോഗ നേടിയ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ കണ്ടപ്പോൾ ചട്ടമ്പി സ്വാമി ഒരേ ഒരു യോഗാഭ്യാസം മാത്രമേ നേടിയിട്ടുള്ളൂ. അദ്ദേഹത്തോട് സംശയം ചോദിക്കുകയാണ്, അല്ലെ? ആ സംശയം അദ്ദേഹം ചട്ടമ്പി സ്വാമി എന്ത് ചെയ്യുന്നു? മാറ്റിക്കൊടുക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്. അങ്ങനെ ചട്ടമ്പി സ്വാമി തന്റെ സംശയം ദൂരീകരിച്ചത് കൊണ്ട് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമി എന്തെന്ന് വിളിച്ചു? ഞാൻ മലബാറിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ഞാൻ മലബാറിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറയുക? ചട്ടമ്പി സ്വാമിയെ കുറിച്ച്. അപ്പൊ ചട്ടമ്പി സ്വാമി സന്യാസിയാണ്. അതുകൊണ്ട് തന്നെ വിനയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം തിരിച്ചെന്ത് പറഞ്ഞു? ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞോ? ഇല്ല. ചട്ടമ്പി സ്വാമി പറഞ്ഞു, അങ്ങ് ആകാശത്തിന് മുകളിൽ പറക്കുന്ന പരുന്താണെങ്കിൽ താൻ കേവലം ഒരു കൊതുകാണ്. അത്രത്തോളം വലിയ മനുഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കേരള നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമിയാണ്. ഓക്കെ, നമുക്ക് സ്വാമി വിവേകാനന്ദനിലേക്ക് പോകാം. ഈ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ജനിച്ചത് 1863 ജനുവരി മാസം 12. ലോകത്തിന് തന്നെ മാതൃകയായി തീർന്ന ഇന്ത്യക്കാരൻ, വിനയം കൊണ്ട്, അറിവ് കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മാതൃകയാക്കുവാനാണ് ഇന്ത്യയിലെ തത്വചിന്തകര് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖരായ വ്യക്തികള് ഇന്ത്യയിലെ യുവജനങ്ങളോട് ആവശ്യപ്പെടുക. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി കണക്കാക്കുക. അപ്പൊ ദേശീയ യുവജന ദിനമെന്ന് കണക്കാക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് കൽക്കട്ടയിലാണ്. ഏത് സമുദായത്തിൽ? ബ്രാഹ്മണ സമുദായത്തിൽ. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും അവർണനെന്നോ സവർണനെന്നോ സമൂഹത്തെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ബാല്യകാല നാമം എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ദത്ത, കൂടാതെ വീരേശ്വർ ദത്ത. നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു യഥാർത്ഥ പേര്. അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും യോഗാഭ്യാസം പൂർത്തീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം ആയോധന കലയിലും അഗ്രഗണ്യനായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് വീരേശ്വർ ദത്ത എന്നൊരു പേര് ലഭിക്കുക. അപ്പൊ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ് ദത്ത, കൂടാതെ മറ്റൊരു പേരാണെന്ത്? വീരേശ്വർ ദത്ത. 1884 ഇദ്ദേഹം ബിരുദം നേടി എന്ന് പറഞ്ഞാൽ യോഗാഭ്യാസം, ആദ്യത്തെ യോഗാഭ്യാസം പൂർത്തീകരിച്ചു എന്നർത്ഥം. 1884 ബിരുദം നേടുന്ന അവസരത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ആരെ കാണുന്നത്? ബിരുദം നേടിയതിനു ശേഷമാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസരെ കാണുക. അങ്ങനെ 1884 അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണുകയും നേരിട്ട് കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തോട് ശിഷ്യത്വം യാചിക്കുകയും ചെയ്തു. ശ്രീരാമകൃഷ്ണ പരമഹംസർ സന്തോഷത്തോടു കൂടി ശിഷ്യത്വം നൽകുകയും ചെയ്തു. സ്വാമി വിവേകാനന്ദനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് നരേന്ദ്രനാഥ് ദത്തിന് അഥവാ വീരേശ്വർ ദത്തയ്ക്ക് അറിവ് വളരെയധികം നേടിയവൻ എന്ന അർത്ഥത്തിൽ വിവേകാനന്ദൻ എന്ന പേര് നൽകുക. അങ്ങനെയാണ് നരേന്ദ്രനാഥ് ദത്ത് എന്തായിട്ട് മാറുന്നത്? വിവേകാനന്ദൻ എന്നായിട്ട് മാറുന്നേ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്
1863 ജനുവരി 12. ജന്മസ്ഥലം കൽക്കട്ടയാണ്. ഇദ്ദേഹം ജനിച്ച ജനുവരി 12 ദേശീയ യുവജന ദിനമായി കണക്കാക്കുക. എന്നാൽ അന്തർദേശീയ യുവജന ദിനം എന്നാണ് അന്തർദേശീയ യുവജന ദിനമായി കണക്കാക്കുന്നത് ഓഗസ്റ്റ് 12 എന്ന കാര്യം ദയവായി ഓർമ്മിക്കുവാനായിട്ട് ശ്രമിക്കുക. സെറ്റാണേ. ബാല്യകാല നാമം നരേന്ദ്രനാഥ് ദത്ത, പിൽക്കാലത്ത് വീരേശ്വര ദത്ത എന്നും അറിയപ്പെട്ടു. 1884 ബിരുദം നേടി. തുടർന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഗുരുവായി സ്വീകരിച്ചു. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് വിവേകാനന്ദൻ എന്ന പേര് നിർദ്ദേശിക്കുന്നത്. ഒടുവില് സ്വാമി വിവേകാനന്ദൻ 1886 മുതൽ വിവേകാനന്ദൻ എന്ന പേര് സ്വയം സ്വീകരിച്ചു. അപ്പൊ വിവേകാനന്ദൻ എന്ന പേര് നൽകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ 1886 മരണമടയുകയാണ് കേട്ടോ. മരണമടഞ്ഞതുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായിട്ട് 1886 മുതൽ വിവേകാനന്ദൻ എന്ന പേര് ആര് സ്വീകരിച്ചു? നമ്മുടെ വീരേശ്വർ ദത്ത അല്ലെങ്കിൽ നരേന്ദ്രനാഥ് ദത്ത സ്വീകരിച്ചു. അദ്ദേഹത്തെ ജനങ്ങൾ വിശേഷിപ്പിച്ചത് ആദരവോടുകൂടി സ്വാമി എന്ന്. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് അദ്ദേഹം അറിയപ്പെടുക. ഇനി ശ്രീരാമകൃഷ്ണ പരമഹംസർ അറിയപ്പെടുന്ന ഒരു വിശേഷണമുണ്ട്. എന്തായിരുന്നു? ദക്ഷിണേശ്വരത്തെ സന്യാസി. നിങ്ങൾ പലരും പഠിക്കാറുണ്ട് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. പക്ഷേ ഈ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് പഠിച്ചിട്ട് മനസ്സിൽ അറിയാതെ പറഞ്ഞു വെക്കും ദക്ഷിണേശ്വരം, അപ്പൊ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ സന്യാസിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശരിയാണോ? തെറ്റാണ്. കാരണം ഈ ദക്ഷിണേശ്വരം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. കൽക്കട്ടയ്ക്കടുത്തുള്ള ഒരു പ്രാദേശിക സ്ഥലമായിരുന്നു. കൽക്കട്ടയ്ക്കടുത്തുള്ള ഒരു പ്രാദേശിക സ്ഥലമാണ് ഈ ദക്ഷിണേശ്വരം എന്ന് പറയുന്നത്. ആ ദക്ഷിണേശ്വരത്തെ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ആ ക്ഷേത്രത്തിൽ പോയത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദ അദ്ദേഹത്തെ കുറിച്ച് അറിയുകയും അദ്ദേഹത്തെ കാണുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീ രാമകൃഷ്ണ പരമഹംസർ. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുക? കൽക്കട്ടയ്ക്കടുത്ത് ദക്ഷിണേശ്വരം എന്ന സ്ഥലത്തെ ക്ഷേത്രത്തിൽ പൂജാരിയായി സേവനം ചെയ്യുകയായിരുന്നു ശ്രീ രാമകൃഷ്ണ പരമഹംസർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുക? ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് വിളിക്കുക. ഒരിക്കലും തെക്കേ ഇന്ത്യ, ദക്ഷിണ ഇന്ത്യ എന്ന് മനസ്സിൽ പോലും എടുക്കരുത്. കാരണം പല ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയ ഉദ്യോഗാർത്ഥികളെ തെറ്റിക്കരുത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 1886 ശ്രീ രാമകൃഷ്ണ പരമഹംസർ മരിച്ചു കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന്, മരണമല്ല സമാധി എന്ന് നമ്മൾ പറയുക അല്ലെ, സന്യാസിവര്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ സമാധി എന്നാണ് പറയുക. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമാധിക്ക് ശേഷം അദ്ദേഹം നൽകിയ വിവേകാനന്ദൻ എന്ന പേര് പൂർണ്ണമായും ആര് സ്വീകരിച്ചു? നരേന്ദ്രനാഥ് ദത്ത സ്വീകരിച്ചു. ഓക്കെ അല്ലേ? ഇനി ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ സാമൂഹിക പരിഷ്കരണത്തിലേക്ക് നമ്മൾ കടക്കാം. ഓക്കെ. 1892 കേരളത്തിലെ ഷൊർണൂരിൽ എത്തിച്ചേർന്നു. എന്തുകൊണ്ടാണ് ഷൊർണൂരിലെത്തിയത്? എന്തായാലും വടക്കേ ഇന്ത്യയിൽ നിന്നായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ കാസർഗോഡോ കണ്ണൂരൊക്കെ വരേണ്ടതല്ലേ? എന്താ ഷൊർണൂരിലെത്താൻ? ഇനി ചുരമിറങ്ങി വരികയാണെങ്കിൽ വയനാടല്ലേ എത്തേണ്ടേ? എന്തുകൊണ്ടാണ് ഷൊർണൂർ എത്തി? പ്രിയ വിദ്യാർത്ഥികളെ, മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം യാത്ര ചെയ്തത് ട്രെയിനിലായിരുന്നു കേട്ടോ. ട്രെയിനിലായിരുന്നു. ട്രെയിനിൽ ആ കാലഘട്ടത്തെ റെയിൽവേയുടെ പ്രധാന സ്റ്റേഷൻ ഷൊർണൂർ ആയിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം ഷൊർണൂരിൽ എത്തിച്ചേരുക. രസകരമാണ്. അതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇനി ചിലപ്പോൾ പിന്നീട് നിങ്ങൾ പഠിക്കുമ്പോഴായിരിക്കും അതെന്താ ഷൊർണൂർ വന്നേ പാലക്കാട്? വേറെ എന്തൊക്കെ സ്ഥലമുണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുമ്പോ? എന്ന് ചിലപ്പോൾ ഡൗട്ട് വന്നാലോ? നമ്മൾ ഡൗട്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നമ്മൾ ഡൗട്ട് സോൾവ് ചെയ്യും. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം ഷൊർണൂരിൽ നിന്ന് പിന്നെ സഞ്ചരിക്കുകയാണ്. കാൽനടയായി സഞ്ചരിക്കുകയാണ്. കാൽനടയായി സഞ്ചരിച്ച 1892 എറണാകുളത്ത് വെച്ച് ആരെ കണ്ടുമുട്ടി? ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടി. ചട്ടമ്പി സ്വാമിയാണ് കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല. സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഡോക്ടർ പൽപ്പു ആണ് കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതും കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദനെ അറിയിക്കുകയും ചെയ്യുന്നു. അത് അങ്ങോട്ട് പോയി പറഞ്ഞല്ല, അല്ലയോ സ്വാമി വിവേകാനന്ദ, കേരളത്തിൽ ഭയങ്കര പ്രശ്നമാണ്, ജാതി വ്യവസ്ഥ ഉണ്ട്, അതിന് പറഞ്ഞല്ല. ഡോക്ടർ പൽപ്പുവിനെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പരിചയപ്പെട്ടു.
പരിചയപ്പെടുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. ആ സമയത്ത് ഡോക്ടർ പൽപുവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് താങ്കൾ താങ്കളുടെ താങ്കളുടെ രാജ്യത്ത് തന്നെ ജോലി ചെയ്തില്ല? അപ്പൊ പൽപു പറഞ്ഞു, ഞാന് ബിരുദം നേടിയെങ്കിലും എന്റെ നാട്ടുരാജ്യത്ത് താൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് എനിക്ക് ജോലി അനുവദിച്ചില്ല. താങ്കൾ വന്ന് ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടുരാജ്യത്ത് വന്ന് ജനങ്ങളെ പഠിപ്പിച്ചാൽ ഒരുപക്ഷെ അവര് ജാതി വ്യവസ്ഥയിൽ നിന്ന് അകന്നെന്ന് വരും. അതുകൊണ്ട് ഉറപ്പായും താങ്കൾ സന്ദർശിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പണ്ട് മലബാർ എന്നാ പറയുന്നത് കേട്ടോ, കേരളം എന്നല്ല. മലബാർ സന്ദർശിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ മലബാറിലേക്ക്, അതായത് ഇന്നത്തെ കേരളത്തിലേക്ക് വരികയാണ്. അപ്പൊ സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഡോക്ടർ പൽപ്പുവാണെന്ന് പറയും. സ്വാമി വിവേകാനന്ദൻ ഇവിടെ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ 1892 ഷൊർണൂരിൽ എത്തിച്ചേർന്നു. അവിടുന്ന് എറണാകുളത്ത് എത്തിയപ്പോൾ ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടി. ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടിയ കഥ ഞാൻ നിങ്ങൾക്ക് ആൾറെഡി പറഞ്ഞു തന്നു അല്ലേ? യെസ്. അപ്പൊ ചട്ടമ്പിസ്വാമി സ്വാമി വിവേകാനന്ദനെ എന്തെന്നാ വിശേഷിപ്പിക്കുക? അങ്ങ് ആകാശത്തിന് മുകളിൽ പറക്കുന്ന പരുന്താണെങ്കിൽ താൻ കേവലം ഒരു കൊതുകാണ്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമി എന്തെന്ന് വിശേഷിപ്പിച്ചു? ഞാൻ മലബാറിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുവന്നു. ഇതൊക്കെ നിങ്ങൾ കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. എങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നു. കാരണം സ്വാമി വിവേകാനന്ദൻ പൊതുസ്ഥലത്ത് നിന്ന് പലപ്പോഴും ജനങ്ങളെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. തുടർന്ന് അദ്ദേഹം 1892 കന്യാകുമാരിയിലെത്തി. ആ കഥയെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അല്ലെ? അദ്ദേഹം 1892 കന്യാകുമാരിയിലെത്തി. അങ്ങകലെ ഒരു പാറ കണ്ടു. പാറയിലേക്ക് വള്ളത്തിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇദ്ദേഹം ചോദിച്ചു, പ്രാദേശിക ഭാഷയല്ല ഇദ്ദേഹം സംസാരിക്കുന്നത് അല്ലെ? തമിഴല്ല സംസാരിക്കുക. അപ്പോ എന്താണ് തെലുങ്ക് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു, തമിഴ് സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ തമിഴ് അറിയാത്തത് കൊണ്ട് തന്നെ ആ വള്ളക്കാരൻ തമിഴ് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം വിദേശിയാണ്. അതായത് തമിഴ്നാടിനെ സംബന്ധിച്ച് വിദേശികളാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ തുക ചോദിച്ചു. അത്രയും കാശ് കൊടുക്കാനില്ലായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കയ്യിൽ. അങ്ങനെ അദ്ദേഹം കടൽ മാർഗം നീന്തി ആ പാറയിൽ എത്തിച്ചേർന്ന് അവിടെ ഇരുന്ന് ധ്യാനിച്ചു എന്നാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് ആ പാറയെ വിവേകാനന്ദ പാറ എന്ന് വിളിക്കുക. കന്യാകുമാരിയിലേക്ക് സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം വിവേകാനന്ദ പാറ. ആ വിവേകാനന്ദ പാറ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്താണ് നിലവിൽ തിരുവള്ളുവരുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. തിരുവള്ളുവരുടെ പ്രതിമ കേട്ടോ. ഓക്കെ, തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവർ. ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്യാം. അപ്പൊ സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. കേരളത്തിലെ ജാതി സമ്പ്രദായത്തെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ അറിയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ പൽപ്പു തന്നെ. തുടർന്ന് അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ 1892 കേരളത്തിലെ ഷൊർണൂരിൽ എത്തിച്ചേർന്നു. 1892 എറണാകുളത്ത് വെച്ച് ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടുകയും ചെയ്തു. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. തുടർന്ന് 1892 കന്യാകുമാരിയിലെത്തി. തുടർന്ന് അവിടുത്തെ ധ്യാനത്തിന് ശേഷം അദ്ദേഹം 1893 ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മളെപ്പോഴും ചിക്കാഗോയിലെ സർവമത സമ്മേളനം എന്ന് പറയും. ആ സർവമത സമ്മേളനത്തിന് ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? ദി പാർലമെന്റ് ഓഫ് റിലീജിയൻ. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ചിക്കാഗോയിലെ മതങ്ങളുടെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ആണോ? ഞാനങ്ങനെ എടുത്തു പറയാനൊരു കാര്യമുണ്ട്. ദി പാർലമെന്റ് ഓഫ് റിലീജിയൻ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ സാറേ എന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാ. നിങ്ങൾ കുട്ടിക്കാലത്ത് പറഞ്ഞ സെന്റൻസ് ഇങ്ങനെയായിരുന്നടാ. സ്വാമി വിവേകാനന്ദൻ 1893 ചിക്കാഗോയിലെ മതങ്ങളുടെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് നിങ്ങൾ സെന്റൻസ് പഠിക്കുക. SCERT പുസ്തകത്തിൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ്? ചിക്കാഗോ എന്ന സ്ഥലത്ത് ഒരു സർവമത സമ്മേളനം നടന്നു. ആ സർവമത സമ്മേളനത്തിന്റെ ടൈറ്റിൽ പേര് ദി പാർലമെന്റ് ഓഫ് റിലീജിയൻ എന്നായിരുന്നു. മതങ്ങളുടെ പാർലമെന്റ് സമ്മേളനം. ഈ മതങ്ങളുടെ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ മതങ്ങളുടെയും അന്തസത്ത മറ്റുള്ളവരെ അറിയിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഓരോ മതത്തിൽപ്പെട്ടവരും വന്ന് അവരുടെ മതമാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന രീതിയിൽ അവിടെ പറയുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തനായി അങ്ങനെ എല്ലാവരും പറയണം എന്റെ മതമാണ് വലുത്, എന്റെ മതമാണ് വലുത്. അപ്പോ അവിടെ വന്നിരിക്കുന്ന സദസ്യരെന്ന് പറയുമ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ടാവും. ഓരോ സദസ്യരുടെയും അതത് മതത്തിൽപ്പെട്ട ആൾ പ്രസംഗിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. മറ്റുള്ളവർ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം മതവിശ്വാസം അനുസരിച്ച് അങ്ങനെയാണല്ലോ. എന്റെ മതം മാത്രമാണ് ശരി, മറ്റുള്ളവരുടെ മതം തെറ്റാണ് എന്ന കാഴ്ചപ്പാടാണ് പൊതുവായിട്ടുണ്ടാവുക.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ സംസാരിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റുള്ളവര് അവര് വിശ്വസിച്ചിരുന്ന മതത്തിന്റെ, അവര് പറയാൻ ഉദ്ദേശിച്ച മതത്തിന്റെ പ്രധാന വാക്കുകൾ അവിടെ പറഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ എല്ലാവരെയും ഒരുമിച്ച് എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തു. വാസ്തവത്തിൽ എപ്പോഴും കൃത്യമായി തത്വചിന്തകന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഏതൊരു രാജ്യത്തെ തത്വചിന്തകരായിക്കോട്ടെ. സ്വാമി വിവേകാനന്ദൻ ഒരു തത്വചിന്തകനാണ്. ഇന്ത്യൻ ഫിലോസഫറായിട്ട് കണക്കാക്കാം. സോക്രട്ടീസും അരിസ്റ്റോട്ടിലും ഒക്കെ തത്വചിന്തകരാണ്. ഇവർ പറയുന്ന ഒരു പൊതുവായ കാര്യമുണ്ട്. ഏതൊരു മതവിശ്വാസി എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഏതൊരു മതവും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാതെ, ഉപദ്രവം ചെയ്യാതെ, നന്മ ചെയ്ത് ജീവിക്കുക എന്നാണ്. ഓരോരുത്തരും സ്വയം നന്മ ചെയ്ത് ജീവിച്ചാൽ അത് ഭൂമിയിലെ സ്വർഗമാണ്. ഇതേ ആശയം പ്രചരിപ്പിച്ച ലോകത്തെ ഒരു പ്രമുഖ സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. നമ്മൾ പഠിച്ചു. നിങ്ങൾ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കൂ. എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിച്ചാൽ ലോക സാഹോദര്യം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച സംഘടന അല്ലെ? നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. കേണൽ ഓൾകോട്ട് മാഡം ബ്ലാവറ്റ്സ്കിയും ആരംഭിച്ചു. അങ്ങനെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചപ്പോൾ ആ സദസ്സ് തന്നെ സ്വാമി വിവേകാനന്ദനെ ശ്രദ്ധിച്ചു തുടങ്ങി. ഉപനിഷത്തുകളിൽ പറയുന്ന ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം അവിടെ ജനങ്ങളെ അറിയിച്ചത്. ശരിയായ മാർഗത്തിൽ ജീവിക്കുവാൻ, ശരിയായ കടമ ചെയ്യുവാൻ, ശരിയായ ധർമ്മം നിർവഹിക്കുവാൻ എന്തൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പേര് സ്വാമി വിവേകാനന്ദനെ മാതൃകയായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞു, അങ്ങ് ഇവിടെ നിന്ന് പോകരുത്, അങ്ങ് ഇവിടെ തന്നെ തങ്ങണം, അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അങ്ങനെ അമേരിക്കൻ ജനതയുടെ ആവശ്യപ്രകാരം ഉപനിഷത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. വേദാന്തം എന്ന് പറയുന്നത് എന്താണടാ? ഉപനിഷത്താണ്. ഉപനിഷത്തിലെ കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു. അക്കാര്യങ്ങൾ അതിന്റെ ആധികാരികമായ അർത്ഥതലം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1894 അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം വേദാന്ത സൊസൈറ്റി സ്ഥാപിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത മറ്റൊരു സർവമത സമ്മേളനമാണ് 1900 പാരീസ് സർവമത സമ്മേളനം. ഈ പാരീസ് സർവമത സമ്മേളനത്തിന്റെ പേര് ദി കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ എന്നായിരുന്നു. എന്തായിരുന്നു? ദി കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ. 1893 ചിക്കാഗോ സർവമത സമ്മേളനത്തിന്റെ പേര് ദി പാർലമെന്റ് ഓഫ് റിലീജിയൻ എന്നായിരുന്നു എങ്കിൽ പാരീസിലെ സർവമത സമ്മേളനത്തിന്റെ പേര് ദി കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ എന്നായിരുന്നു. അപ്പൊ സ്വാമി വിവേകാനന്ദൻ എത്ര സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? 2. 1893 ചിക്കാഗോ, അതിന്റെ പേര് ദി പാർലമെന്റ് ഓഫ് റിലീജിയൻ. 2. 1900 പാരീസ്, അതിന്റെ പേര് ദി കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ. അതായത് ഓരോ മതത്തിന്റെയും ഉത്ഭവത്തെ കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യാം. സെറ്റാണേ, മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം. 1. പ്രബുദ്ധ ഭാരതം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആശയങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രത്യേകതകൾ ലോകത്തെ അറിയിക്കുവാനാണ് അദ്ദേഹം പ്രബുദ്ധ ഭാരതം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്തെ അറിയിക്കാനായതുകൊണ്ട് അത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. 2. ഉദ്ബോധൻ. ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന മാർഗനിർദ്ദേശം നൽകുക എന്നതായിരുന്നു ഉദ്ബോധന്റെ ലക്ഷ്യം. ഇദ്ദേഹം ബംഗാളിലാണ് ജനിക്കുക. അതുകൊണ്ട് തന്നെ പ്രാദേശിക ബംഗാളി ഭാഷയിലാണ് ഇന്ത്യക്കാർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഉദ്ബോധൻ എന്ന പ്രസിദ്ധീകരണം നടത്തിയിരുന്നത്. അപ്പൊ 2 പ്രസിദ്ധീകരണങ്ങൾ, ഉദ്ബോധൻ അത് ബംഗാളി ഭാഷയിലാണ്, ഇന്ത്യക്കാർക്കുള്ള ഉപദേശങ്ങൾ. 2 പ്രബുദ്ധ ഭാരതം, അത് ഇംഗ്ലീഷിലാണ്, ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമി ഈ മാതൃക പിടിച്ചെന്നുകൊണ്ടാണ് അദ്ദേഹം പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിക്കുക കേട്ടോ. അപ്പൊ പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത്
കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആഗമാനന്ദനാണ്, ആഗമാനന്ദ സ്വാമിയാണ്. അത് മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമി, പ്രബുദ്ധ ഭാരതം ഇന്ത്യയിലെ വിവേകാനന്ദനായ സ്വാമി വിവേകാനന്ദൻ. ഇനി കൃതികളിലേക്ക് നമുക്ക് പോകാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ഉന്നത വിദ്യാഭ്യാസമായ, പരമ്പരാഗത വിദ്യാഭ്യാസമായ യോഗ അഭ്യസിച്ച വ്യക്തിത്വമാണ്. അതിനെ ആസ്പദമാക്കി അദ്ദേഹം ആ ഓരോ യോഗം നേടുമ്പോഴും അദ്ദേഹത്തിന്റെ ആ യോഗ പഠിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന രീതിയിൽ അദ്ദേഹം കുറെ കൃതികൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബുക്കുകൾ നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെ? രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. കൂടാതെ വർത്തമാന ഭാരതം, ഇന്നത്തെ ഭാരതത്തിന്റെ സ്ഥിതിവിശേഷം. അതായത് കൊളോണിയൽ സംസ്കാരത്തിൽ പല ജനങ്ങളും ചൂഷണത്തിലാണ് എന്ന രീതിയിൽ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വർത്തമാന ഭാരതം എന്ന പുസ്തകം എഴുതി. പിന്നെ സംഗീത കൽപ്പതരു, ഈശ്വര ആരാധന എപ്പോഴും സംഗീതത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് എപ്പോഴും ആത്മാവിന് കുളിർമ നൽകും എന്ന ആശയമായിരുന്നു സംഗീത കൽപ്പതരു എന്ന കൃതിയിൽ. അപ്പോ അതൊന്നും നമുക്ക് വേണമെന്നില്ല, ഞാൻ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ബുക്കുകൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാ? രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, വർത്തമാന ഭാരതം, കൂടാതെ സംഗീത കൽപ്പതരു. സെറ്റാണേ? സെറ്റാണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. പ്രസിദ്ധീകരണങ്ങൾ: ഒന്ന് പ്രബുദ്ധ ഭാരതം, അത് ഇംഗ്ലീഷ് ഭാഷയിൽ; രണ്ട് ഉദ്ബോധൻ, ബംഗാളി ഭാഷയിലും. പ്രശസ്തമായ കൃതികൾ: രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, വർത്തമാന ഭാരതം, കൂടാതെ സംഗീത കൽപ്പതരു. ഇനി ഇദ്ദേഹം കുറേയധികം ഡയലോഗ്സ്, പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട്. ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒട്ടനവധി വേദികളിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ വാക്യങ്ങൾ: പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയണേ? പട്ടിണി കിടക്കുന്നവനോട് എന്താ കൊടുക്കേണ്ടടാ? ഫുഡ് കൊടുക്കണം അല്ലേ? പട്ടിണി കിടക്കുന്നവനോട് പട്ടിണി മാറ്റുന്നതിന് പകരം ഏതെങ്കിലും മതത്തെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ലെന്നാ ആര് പറഞ്ഞേ? സ്വാമി വിവേകാനന്ദൻ പറയുക. കാരണം ഇന്ത്യയിലെ പരമ്പരാഗത സിദ്ധാന്തം അനുസരിച്ച് മതത്തെക്കുറിച്ച് പഠിപ്പിക്കുവാന് എല്ലാവരും തയ്യാറായിരുന്നു. സാധാരണക്കാരായ ജനങ്ങള് പട്ടിണിയും പരിവട്ടവുമായിരുന്നപ്പോ അവർക്ക് ഭക്ഷണം നൽകാൻ തയ്യാറായില്ല. ഇതിനൊരു മാറ്റം വരുന്നത് 1813 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചാർട്ടർ നിയമം പാസാക്കിയപ്പോൾ യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർ വരുമ്പോൾ യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാര് സാധാരണക്കാരന് ഭക്ഷണം നൽകി, അവന് വിദ്യാഭ്യാസ സഹായം നൽകി, അവന് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്തു. അതോടൊപ്പം അവര് മതപ്രചരണം നടത്തി. അതിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു സ്വാമി വിവേകാനന്ദൻ സ്വീകരിച്ചത്. രണ്ട്, ഭാരതീയൻ എന്നതിൽ അഭിമാനിക്കുക. കാരണം ഇന്ത്യയിൽ ജനിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനിവൽക്കരണ കാലഘട്ടത്ത് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ സഹിച്ച പലരും ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. പലായനം ചെയ്ത് അവരിൽ പലരും എത്തിച്ചേർന്നത് പസഫിക് സമുദ്രത്തിലൂടെ ദീർഘമായ യാത്രയിൽ എത്തിച്ചേർന്നത് കുറേയധികം പേര് സിലോൺ, ശ്രീലങ്കയിലേക്ക് പലായനം ചെയ്തു. കുറേയധികം പേര് ഓസ്ട്രേലിയയിലേക്ക് പലായനം ചെയ്തു. മറ്റു ചിലര് പസഫിക് സമുദ്രത്തിലൂടെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീണ്ടും കിഴക്കോട്ട് പോയാൽ പസഫിക്കായി. പസഫിക് സമുദ്രം ദീർഘമായി യാത്ര ചെയ്ത് എവിടെ എത്തിച്ചേർന്നു? കാനഡയിലും അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് എത്തിച്ചേർന്നു. കാനഡയിൽ എത്തിച്ചേർന്ന കഥയൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ? ഗദ്ദാർ പാർട്ടി പഠിക്കുമ്പോൾ നമ്മളിവിടെ പഠിക്കാറുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടനവധി ജനത എന്ത് ചെയ്തിരുന്നു? അഭയാർത്ഥികളായി കാനഡ, അമേരിക്ക തീരങ്ങളിൽ എത്തിയിരുന്നു. കുറെ പേരൊക്കെ കാനഡ എന്ന രാജ്യം സ്വീകരിച്ചു. പക്ഷേ ഒട്ടനവധി പേര് കാനഡയിൽ എത്തിച്ചേർന്നപ്പോ എന്ത് ചെയ്തു? കാനഡ ഗവൺമെന്റ് ഇന്ത്യക്കാരെ അഭയാർത്ഥികളായി സ്വീകരിച്ചില്ല. കോമതകമാരു എന്ന കപ്പലില് ഇന്ത്യയിൽ നിന്ന് എത്തിച്ചേർന്ന അഭയാർത്ഥികളെ കാനഡ സർക്കാർ അവിടെ ഇറങ്ങാൻ അനുവദിക്കാത്തതിന് എതിരെ ഗദ്ദാർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സമരം അഥവാ പ്രക്ഷോഭം നടന്നു. അതാണ് കോമതകമാരു പ്രക്ഷോഭം എന്ന് നിങ്ങൾ പഠിക്കാം. ശരിയല്ലേ? അപ്പോ അങ്ങനെ പോകേണ്ടതില്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ ജീവിക്കണം. സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കടന്നു വരണം. ഭാരതീയർ എന്നതിൽ അഭിമാനിക്കുക. ഇന്ത്യയിൽ തന്നെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് കൊണ്ടോ, വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ടോ, വിദേശ രാജ്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതുകൊണ്ടോ കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൗരൻ എന്നത് ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള സ്ഥലത്ത് പോകരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവര നിബോധത. ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ലക്ഷ്യം നേടുന്നത് വരെ അക്ഷീണം പരിശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവര നിബോധത. ലക്ഷ്യം നേടുന്നത് വരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പ്രവർത്തിച്ചു തുടങ്ങിയാൽ ലക്ഷ്യം നേടിയിരിക്കണം. ലക്ഷ്യം എപ്പോഴാണ് നേടുന്നത്? ചിലപ്പോൾ വൈകും, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ വൈകിപ്പോവും. എങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പ്രിയ ഉദ്യോഗാർത്ഥികളെ, സർക്കാർ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളും ഇത് മനസ്സിൽ വെച്ചിരിക്കണം. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ കർമ്മത്തിന്റെ ഫലം ഉറപ്പായും നമുക്ക് ലഭിക്കും, അല്ലെ? അടുത്ത് പറയുന്നു, അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവർ മരിച്ചവർക്ക് സമമാണ്. ഇതൊക്കെ PSC ചോദ്യത്തിൽ തരും. അതുകൊണ്ട് സെന്റൻസ് കാണാൻ പഠിക്കേണ്ട, രണ്ടവണ വായിച്ചുമൊക്കെ കിട്ടും. ഇങ്ങനെ പ്രബോധനം നൽകിയത് ആര് എന്നാണ് ചോദിക്കുക. അപ്പൊ പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണെന്ന് പറഞ്ഞു. ഭാരതീയൻ എന്നതിൽ അഭിമാനിക്കുക എന്ന് പറഞ്ഞു. ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവര നിബോധത എന്ന ജനങ്ങളെ ബോധവൽക്കരിച്ചു. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവർ മരിച്ചവർക്ക് സമമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കുറെ പേരിട്ട് വിളിക്കാറുണ്ട്. നോക്കാം. ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകം അഥവാ മുദ്ര. ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകം അഥവാ മുദ്ര എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ വന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രണ്ടുപേരുണ്ട്. സുരേന്ദ്രനാഥ് ബാനർജി ഉണ്ട്, കൂടാതെ ദാദാഭായ് നവറോജി ഉണ്ട്. സുരേന്ദ്രനാഥ് ബാനർജി കൂടാതെ ദാദാഭായ് നവറോജി ഉണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണടാ? സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ നമ്മൾ 4ാമത്തെ ആളാ പഠിക്കണേ. ആധുനിക ഇന്ത്യയുടെ ശില്പി അല്ലെങ്കിൽ നിർമ്മാതാവ് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ഡൽഹൌസി. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. കൂടാതെ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസുമാണ്. സ്വാമി വിവേകാനന്ദൻ മരണമടഞ്ഞത് 1902 ജൂലൈ 4. എവിടെയാണ്? ബേലൂരിൽ വെച്ച്. നമ്മൾ മരണം അല്ലെങ്കിൽ സമാധി എന്ന് പറയും കേട്ടോ. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് സന്യാസി വര്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ സമാധി എന്ന് പറയും. ഇനി ഹിന്ദുമത വിശ്വാസികൾ, ഹിന്ദുമത പണ്ഡിതന്മാർ മരിക്കുമ്പോഴാണ്, ഹിന്ദുമത സന്യാസിമാർ മരിക്കുമ്പോഴാണ് എന്തെന്ന് പറയുക? സമാധി എന്ന് പറയുക. പകരം ബുദ്ധമത സന്യാസികൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? പരിനിർവാണം എന്ന് പറയും. പരിനിർവാണം അഥവാ പരിനിർവാണം. ഇനി ജൈന സന്യാസിമാർ മരിച്ചു കഴിഞ്ഞാലോ? ജൈന സന്യാസിമാർ മരിക്കുന്നതിനെ സന്താര എന്ന് പറയും. സന്താര. മറക്കല്ലേ? അപ്പൊ ഹിന്ദുമതത്തിലെ സന്യാസി വര്യന്മാർ മരിച്ചാൽ സമാധി എന്ന് പറയും. അപ്പൊ സ്വാമി വിവേകാനന്ദന് സമാധിയായത് അല്ലെങ്കിൽ മരണമടഞ്ഞത് എന്നാണ് 1902 ജൂലൈ 4 ഇവിടെ ബേലൂരിൽ. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്നു സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിത എന്ന പേര് സ്വീകരിച്ചതാണ്. അവരുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് നോബിൾ എന്നായിരുന്നു. അപ്പൊ ശിഷ്യയുടെ പേര് എന്താണ്? മാർഗരറ്റ് നോബിൾ. യൂറോപ്യൻ വനിതയാണ്. മാർഗരറ്റ് നോബിൾ സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യത്വം സ്വീകരിച്ചപ്പോഴാണ് സിസ്റ്റർ നിവേദിത എന്ന പേര് സ്വീകരിക്കുന്നത്. മറക്കില്ലല്ലോ. സെറ്റാണേ. ഓക്കെ. അപ്പൊ അതോടെ നമുക്ക് റിവിഷൻ ചെയ്യാം സ്വാമി വിവേകാനന്ദൻ പൂർണ്ണമായിട്ട്. ഓക്കെ, റിവിഷൻ ചെയ്താലോ? നമ്മൾ കുറച്ച് കണക്റ്റീവ് ഫാക്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സ്വാമി വിവേകാനന്ദൻ ജനനം 1863 ജനുവരി 12. എവിടെ? കൽക്കട്ടയിൽ. ആ ജനുവരി 12 ദേശീയ യുവജന ദിനമായി കണക്കാക്കും. ജന്മസ്ഥലം കൽക്കട്ടയാണ്. സമുദായം ബ്രാഹ്മൺ സമുദായം. ബാല്യകാല നാമം എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ദത്ത. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത് കൊണ്ടും ആയോധന കല അഭ്യസിച്ചത് കൊണ്ടും വീരേശ്വർ ദത്ത എന്ന പേര് ലഭിച്ചു.
1884 ബിരുദം നേടി ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഗുരുവായി സ്വീകരിച്ചു. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീ രാമകൃഷ്ണ പരമഹംസർ തന്നെ. തുടർന്ന് 1886 അദ്ദേഹം വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു. ആരോടുള്ള ആദരസൂചകമായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ. ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്നെയാണ് വിവേകാനന്ദൻ എന്ന പേര് നൽകുന്നത്. 1892 കേരളത്തിലെ ഷൊർണൂരിൽ എത്തിച്ചേർന്നു. ഡോക്ടർ പൽപുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ആവശ്യപ്രകാരമാണ് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. 1892 എറണാകുളത്ത് വെച്ച് ചട്ടമ്പി സ്വാമിയെ കണ്ടുപിടി. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നു. 1892 കന്യാകുമാരിയിലെത്തി. 1893 ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. ചിക്കാഗോ സർവമത സമ്മേളനത്തിന്റെ പേര് ദി പാർലമെന്റ് ഓഫ് റിലീജിയൻ എന്നായിരുന്നു. 1894 അമേരിക്കൻ ജനതയുടെ ആവശ്യപ്രകാരം ഉപനിഷത്തുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. 1900 പാരീസ് സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. പാരീസ് സർവമത സമ്മേളനത്തിന്റെ പേര് ദി കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ എന്നായിരുന്നു. ഇതിനെതിരെ പ്രസിദ്ധീകരണങ്ങൾ: 1 പ്രബുദ്ധ ഭാരതം ഇംഗ്ലീഷ് ഭാഷയിൽ, 2 ഉദ്ബോധൻ ബംഗാളി ഭാഷയിൽ. പ്രശസ്തമായ കൃതികൾ എന്തൊക്കെ? രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, വർത്തമാന ഭാരതം, സംഗീത കൽപ്പതരു. പ്രശസ്ത വചനങ്ങൾ: പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമം. ഭാരതീയർ എന്നതിൽ അഭിമാനിക്കുക. ഉത്തിഷ്ഠ ജാഗ്രത, പ്രാപ്യവര നിബോധത. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവർ മരിച്ചവർക്ക് സമമാണ്. സെറ്റാണ്. വിശേഷണങ്ങൾ: ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമെന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സമാധിയായത് 1902 ജൂലൈ 4 ബേലൂരിൽ. ശിഷ്യ സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മാർഗരറ്റ് നോബിളും. ഇതോടൊപ്പം 2 കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കാത്തത്. ഗീതയിലേക്ക് മടങ്ങുക, ഭഗവത്ഗീതയാണ് ഉദ്ദേശിക്കുക. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. പിന്നെ ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക. ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക. ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരിടത്തിൽ വേദാന്തങ്ങൾ, അല്ലെ? വേദാന്തങ്ങൾ, ഉപനിഷത്തുകൾ അഥവാ വേദാന്തങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെ. നമ്മൾ ആൾറെഡി ഇത് പഠിച്ചത് കൊണ്ടാണ് വീണ്ടും ഉൾക്കൊള്ളിക്കാത്തത്. നമ്മൾ പഠിച്ചിരുന്നു, നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ, കാണാൻ കഴിയാത്തവരാണെങ്കിൽ ഇതുകൂടെ അദ്ദേഹത്തിന്റെ പ്രശസ്ത വചനങ്ങളിൽ കൂട്ടിച്ചേർക്കണം. ഗീതയിലേക്ക് മടങ്ങുമെന്ന് ആഹ്വാനം ചെയ്തതും ഉപനിഷത്ത് അഥവാ വേദാന്തങ്ങളിലേക്ക് മടങ്ങുമെന്ന് ആഹ്വാനം ചെയ്തതും ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. ഹിന്ദുമതത്തിന്റെ ആശയങ്ങൾ ലോകമൊട്ടാകെ പ്രചരിപ്പിച്ചത് കൊണ്ട് നമ്മൾ സ്വാമി വിവേകാനന്ദനെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? ഹിന്ദുമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്ന് വിളിക്കാറുണ്ട്. എന്തെന്ന് വിളിക്കുന്നു? ഹിന്ദുമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്ന് വിളിക്കുന്നു. കേട്ടോ, അത് നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യമാണ്. എങ്കിലും നമുക്കിവിടെ രേഖപ്പെടുത്തി വയ്ക്കാം. ഹിന്ദുമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത്, ഹിന്ദുമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ആരാണ് ഈ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്നത്? അറിയാമോ? റോമൻ സാമ്രാജ്യത്തിലെ ഒരു ചക്രവർത്തിയായിരുന്നു കോൺസ്റ്റന്റൈൻ. റോമൻ സാമ്രാജ്യത്തെ ഏകീകരിച്ചുകൊണ്ട് ക്രിസ്തുമത വിശ്വാസം പ്രചരിപ്പിക്കുവാനായിട്ട് ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകിയ വ്യക്തിത്വമായിരുന്നു, അല്ലെങ്കിൽ ആ ക്രിസ്തുമത പ്രചരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? കോൺസ്റ്റന്റൈൻ. അപ്പൊ ലോകമൊട്ടാകെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കണക്കാക്കുന്നത് റോമൻ ചക്രവർത്തിയാണ്. ക്രിസ്തുമത പ്രചരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. അപ്പൊ മതം പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോൺസ്റ്റന്റൈൻ എന്ന് വിളിക്കും, അല്ലെ? മതം പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ എന്ത് വിളിക്കും? കോൺസ്റ്റന്റൈൻ എന്ന് വിളിക്കും. ബുദ്ധമതം പ്രചരിപ്പിച്ച അശോക ചക്രവർത്തിയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ബുദ്ധമതത്തിന്റെ കോൺസ്റ്റന്റൈൻ. ഹിന്ദുമതത്തിന്റെ ആശയങ്ങൾ സർവമത സമ്മേളനത്തിലൂടെ ലോകത്തെ അറിയിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ എന്തെന്ന് വിളിക്കും? ഹിന്ദുമതത്തിന്റെ കോൺസ്റ്റന്റൈൻ. അത്രയേ ഉള്ളൂ. നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? സ്വാമി ദയാനന്ദ സരസ്വതിയെ ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുന്നു, കൂടാതെ ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്ന് വിളിക്കുന്നു.
ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പ്രചരിപ്പിച്ചത്, വേദങ്ങൾ പ്രചരിപ്പിച്ചത് ശങ്കരാചാര്യരായതുകൊണ്ട് ശങ്കരാചാര്യരെ ഹിന്ദുമതത്തിന്റെ അക്കീനാസ് എന്ന് വിളിക്കുന്നു. ഹിന്ദുമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ. 4 പേരെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഹിന്ദുമതത്തിന്റെ അക്കീനാസ് ആരാ? അക്കീനാസ് അടിസ്ഥാന പ്രമാണങ്ങൾ പ്രചരിപ്പിക്കുന്നവൻ ആരാണ്? ശങ്കരാചാര്യർ അഥവാ ആദിശങ്കരൻ. പിന്നെ ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂഥർ ആരാ? സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിന്റെ കാൽവിൻ ആരാ? സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിന്റെ കോൺസ്റ്റന്റൈൻ ആരാ? സ്വാമി വിവേകാനന്ദൻ. സെറ്റ് കേട്ടോ. നമ്മൾ നേരത്തെ ഇത് പഠിച്ചിരുന്നു. ഒരു വിഷയ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുവാനായിട്ട് കൂടെ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, യെസ്. സത്യശോധക സമാജം സ്ഥാപിച്ചത് 1873. ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബോംബെ. മാസിക ദീനബന്ധു. ദീനബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദേശീയ നേതാവാണ് CF ആൻഡ്രൂസ് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്തു. സത്യശോധക സമാജത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അധസ്ഥിതരുടെ ഉന്നമനമാണ്. സത്യശോധക സമാജം സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലെ ജ്യോതിറാവു ഫുലെ അല്ലെങ്കിൽ ജ്യോതിബ ഫുലെ. ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് വിധവകൾക്കും കുട്ടികൾക്കും അഗതി മന്ദിരങ്ങൾ ആരംഭിച്ചത് മഹാരാഷ്ട്രയിൽ ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെയുടെ പ്രശസ്തമായ കൃതിയുടെ പേര് ഗുലാംഗിരി. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം. 1888 മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ജ്യോതിറാവ് ഫുലെക്ക് മഹാത്മാ എന്ന ബഹുമതി നൽകി ആദരിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ ആവശ്യപ്രകാരമാണ് ഗാന്ധിജി ഹരിജനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി സമയം നീക്കിവെക്കുന്നത്. 1934 രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി അഥവാ ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും പൂർണ്ണ സമയം അധസ്ഥിതരുടെ ഹരിജനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി സമയം നീക്കിവെച്ചു. ഹരിജനങ്ങളുടെ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഹരിജൻ ഫണ്ട് രൂപീകരിച്ചതും ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ഗാന്ധിജി ആരംഭിച്ചതും എന്ന് തന്നെ 1934. അടുത്ത് പറയുന്നു രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് 1897 കൽക്കട്ടയ്ക്കടുത്ത് ബേലൂർ എന്ന സ്ഥലത്ത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ അവനവന്റെയും ലോകത്തിന്റെയും സായുജ്യത്തിനായി പ്രവർത്തിക്കുക. ബേലൂർ സ്വാമി എന്നറിയപ്പെടുന്നത് ബേലൂരിൽ രാമകൃഷ്ണ മിഷൻ എന്ന ആശ്രമം ആരംഭിച്ചതുകൊണ്ട് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ശാരദാമഠം, സ്ഥിതി ചെയ്യുന്നത് ബേലൂരിൽ തന്നെ. ശാരദാമഠവുമായി ബന്ധപ്പെട്ട മറ്റ് വാക്കുകളോട് കൂട്ടിച്ചേർത്തു. വർക്കല ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചത് ആരാധന ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു. ആദിശങ്കരാചാര്യർ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്തിലെ ദ്വാരകയിൽ സാമവേദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച മഠത്തിന്റെ പേരും ശാരദാമഠം തന്നെ. ആദിശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയത് കാശ്മീരിലെ ശാരദാ ക്ഷേത്രത്തിലും. രാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനാണ് ആഗമാനന്ദ സ്വാമി. അതുകൊണ്ട് തന്നെ ആഗമാനന്ദ സ്വാമി നമ്മൾ കേരള വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നു. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമി കാലടി കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ജനനം 1863 ജനുവരി 12. ആ ജനുവരി 12 ദേശീയ യുവജന ദിനമായി കണക്കാക്കുന്നു. എന്നാൽ അന്തർദേശീയ യുവജന ദിനം എന്നാണ് ഓഗസ്റ്റ് 12. ജന്മസ്ഥലം കൽക്കട്ട, സമുദായം ബ്രാഹ്മൺ. ബാല്യകാല നാമം എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ദത്ത. ബാല്യകാലത്ത് തന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടുകയും ആയോധന പരിശീലനം നേടുകയും ചെയ്തതുകൊണ്ട് വീരേശ്വർ ദത്ത എന്ന പേര് ലഭിച്ചു. 1884 ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് ശ്രീ രാമകൃഷ്ണ പരമഹംസരെ ഗുരുവായി സ്വീകരിച്ചു. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീ രാമകൃഷ്ണ പരമഹംസരാണ്. കൽക്കട്ടയ്ക്കടുത്ത് ദക്ഷിണേശ്വരം എന്ന സ്ഥലത്തെ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ശ്രീ രാമകൃഷ്ണ പരമഹംസരാണ് വീരേശ്വർ ദത്തിന് അഥവാ നരേന്ദ്രനാഥ് ദത്തിന് വിവേകാനന്ദൻ എന്ന പേര് നൽകുക. ശ്രീ രാമകൃഷ്ണ പരമഹംസർ 1886 മരണമടഞ്ഞപ്പോൾ നരേന്ദ്രനാഥ് ദത്ത് വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു. 1892 കേരളത്തിലെ ഷൊർണൂരിൽ എത്തിച്ചേർന്നു. ഡോക്ടർ പൽപുവിന്റെ ക്ഷണപ്രകാരമാണ് കേരളം സന്ദർശിക്കുന്നത്. 1892 എറണാകുളത്ത് വെച്ച് ചട്ടമ്പിസ്വാമിയെ കണ്ടുപിടി. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ തന്നെ. 1892 കന്യാകുമാരിയിലെത്തി. തുടർന്ന് 1893 ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചിക്കാഗോ സർവമത സമ്മേളനത്തിന്റെ ഔദ്യോഗിക പേര് ദി പാർലമെന്റ് ഓഫ് റിലീജിയൻ എന്നായിരുന്നു. 1894 അമേരിക്കൻ ജനതയുടെ ആവശ്യപ്രകാരം ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. വേദാന്തം എന്ന് ഉദ്ദേശിക്കുന്നത് ഉപനിഷത്ത് തന്നെയാണ്. ഉപനിഷത്തിന്റെ ഉള്ളടക്കം പഠിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം.
1900 പാരീസ് സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. പാരീസ് സർവമത സമ്മേളനത്തിന്റെ പേര് ദി കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ എന്നായിരുന്നു. പ്രസിദ്ധീകരണങ്ങൾ: പ്രബുദ്ധ ഭാരതം, ഇംഗ്ലീഷ് ഭാഷയിൽ. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവെന്നും ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകവും എന്നൊക്കെ വിളിക്കുക. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് പ്രബുദ്ധ ഭാരതം എന്ന മാസിക ആരംഭിക്കുക. ഉദ്ബോധൻ, അത് ബംഗാളി ഭാഷയിലായിരുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. കൃതികൾ: രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, വർത്തമാന ഭാരതം, സംഗീത കൽപ്പതരു. ഇതിനേക്കാൾ ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എടുത്തു പഠിച്ചത് മാത്രം. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമിയുമാണ്. അല്ലെ, നമ്മൾ കൂട്ടിച്ചേർത്ത്. പ്രശസ്ത വചനങ്ങൾ: പട്ടിണി കിടക്കുന്നവരോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണ്. ഭാരതീയൻ എന്നതിൽ അഭിമാനിക്കുക. ഉത്തിഷ്ഠ ജാഗ്രത, പ്രാപ്യവര നിബോധത. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവർ മരിച്ചവർക്ക് സമമാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്, അതോടൊപ്പം ഉപനിഷത്തുകളിലേക്ക് അഥവാ വേദാന്തങ്ങളിലേക്ക് മടങ്ങുന്ന ആഹ്വാനം ചെയ്തതും ആര് തന്നെ? സ്വാമി വിവേകാനന്ദൻ തന്നെ. വിശേഷണങ്ങൾ: ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഹിന്ദുമതത്തിന്റെ കോൺസ്റ്റന്റീൻ എന്നറിയപ്പെടുന്നതും സ്വാമി വിവേകാനന്ദൻ തന്നെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രണ്ടുപേരുണ്ട്, സുരേന്ദ്രനാഥ് ബാനർജിയും കൂടാതെ ദാദാഭായ് നവറോജി. മരണമടഞ്ഞത് അഥവാ സമാധിയായത് 1902 ജൂലൈ 4 ഇവിടെ വെച്ച് ബേലൂരിൽ വെച്ച്. ശിഷ്യ സിസ്റ്റർ നിവേദിത, അവരുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് നോബിൾ എന്നായിരുന്നു. 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദന് സമാധിയാകുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 39 ആയിരുന്നു. ഒരിക്കൽ PS അതും ചോദിച്ചിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ എത്രാമത്തെ വയസ്സിലാണ് മരണമടഞ്ഞത്? എത്രാമത്തെ വയസ്സിൽ? 39ാമത്തെ വയസ്സിൽ. 1863 ജനിച്ചു. 63 ജനുവരി 12 സമാധിയായത് 1902 ജൂലൈ 4. ജൂലൈ 4 പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? സ്വാമി വിവേകാനന്ദൻ സമാധിയായതുകൊണ്ടായിരിക്കാം ഭൂമിയും സൂര്യനും അകലത്തിലായിരുന്നു. ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കുന്നത് അല്ലെ? ഭൂമിയും സൂര്യനും ഏറ്റവും അകലത്തിൽ വരുന്ന ദിവസമാണ് എന്താ? അപ്ഹേലിയൻ എന്ന പേരിൽ അറിയപ്പെടുക. അപ്ഹേലിയൻ, കൂടുതൽ അകലത്തിൽ അഥവാ കൂടുതൽ ഉയരത്തിൽ. ഓക്കെ അല്ലേ? ഹിന്ദുമത സന്യാസിവര്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ സമാധി എന്ന് പറയും. ബുദ്ധമത സന്യാസിമാർ മരിച്ചു കഴിഞ്ഞാൽ പരിനിർവാണം എന്ന് പറയും. നമ്മൾ കൂട്ടിച്ചേർത്തു. ജൈനമത സന്യാസികൾ മരിച്ചാലോ സന്ധാരയൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. സാമൂഹിക പരിഷ്കരണം കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.